ലോങ് സ്കേർട്ടിൻ്റെ ടോപ്പാണ് ഈ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്കേർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യെല്ലോ കളർ നല്ല സ്കേർട്ട്, ലോങ് സ്കേർട്ട്, അതിൽ നിറയെ ഫ്ലോറൽ പ്രിൻ്റാണ്. അത് റെഡ് കളറും ഗോൾഡൻ കളറും ഒക്കെ ആയിട്ടുള്ള ഫ്ലവേഴ്സ്, പിന്നെ ലീവ്സും ഒക്കെ മൊത്തത്തിൽ കാണാൻ നല്ല രസമുള്ളൊരു സ്കേർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പാണിത്. അപ്പോൾ ഇതിലാദ്യം നമ്മൾ എംബ്രോയ്ഡറിയാണ് പ്ലാൻ ചെയ്തെങ്കിലും ലാസ്റ്റ് നിമിഷം നമ്മൾ അതിലേക്ക് ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പെട്ടെന്ന് വർക്ക് കഴിയുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഡിസൈൻ നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇത് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ താഴെ നിന്ന് റൈറ്റ് സൈഡ് ബോട്ടം ആ ഭാഗത്ത് നിന്ന് താഴെ നിന്ന് തുടങ്ങിയിട്ട് ലെഫ്റ്റ് ഷോൾഡറിൻ്റെ ആ ഭാഗത്തേക്ക് ചെസ്റ്റിൻ്റെ പോർഷനിലേക്കൊക്കെ ഒരു വള്ളി പടർന്നു പോകുന്ന പോലത്തെ ഡിസൈനാണ്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ യെല്ലോയും ഒരു ഓറഞ്ച് കളറിൻ്റെ ഔട്ട്ലൈന് പെറ്റൽസിന് കൊടുത്തിട്ടുണ്ട്, പിന്നെ റെഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഔട്ട്ലൈനായിട്ട് എല്ലാത്തിലും ബ്ലാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലീവ്സ് എന്ന് പറയുന്നത് ഗ്രീനാണ് ഒരു പോർഷൻ, സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഒരു പകുതി വശം ഗ്രീനും മറ്റേ വശത്ത് ഗ്രീനും ഗോൾഡൻ കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ ഫുൾ വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. ഫുൾ വീഡിയോ നമുക്ക് വേറെ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യുമ്പോൾ എടുക്കാം. ഇപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത്, കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കായിപ്പോയി. ഫൈനൽ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും കുറച്ച് ഡീറ്റെയിലിങ്ങിനായിട്ട് റൈറ്റ് ഷോൾഡറിൻ്റെ അവിടെ കുറച്ചുകൂടി ആ ഒരു കയ്യിലും കൂടിയായിട്ട് കുറച്ചൊന്ന് ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളും കൂടി കൊടുത്തു. അപ്പോൾ അത് കുറച്ചൊരു വെറൈറ്റിയായി നല്ല രസമുണ്ട് ടോപ്പ് കാണാനായിട്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി കാണാം.